ഒടുക്കത്തെ ബുദ്ധിയാണ് കേട്ടോ. ഓ ഇതൊക്കെ എന്ത് വരുൺ, ഇതൊക്കെ സിമ്പിളാ. പിന്നെ ഇനി എപ്പോഴെങ്കിലും അച്ചമ്മയോ മിലിമോളോ നിങ്ങളെ ഉപദ്രവിക്കാനോ ഇതുപോലെ എന്തേലും പാര വെക്കാനോ ഒക്കെ വന്നാല് ഒരു കോളും കൂടി ചെയ്താൽ മതി എന്റെ ഫോണിലേക്ക്. അപ്പൊ ഈ വരുൺ ഇവിടെ പറന്നെത്തും. രണ്ടിനും ഇതുപോലെ എന്തേലും നല്ല പണി കൊടുക്കുകയും ചെയ്യും. താങ്ക് യു വരുൺ. എന്തായാലും ഞങ്ങൾ ഇത്ര നാള് വിചാരിച്ചിട്ടേ അച്ചമ്മയ്ക്കും മിലിമോക്കും നല്ലൊരു പണി കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പൊ വരുണിനെ കൊണ്ട് സാധിച്ചല്ലോ. അതെ അതെ, എന്തൊരു ശല്യങ്ങളറിയോ. ഞങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. എപ്പോഴും ഇങ്ങനെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കും ഞങ്ങളെ. ഇപ്പഴാ ഒരു പണി കൊടുത്തത്. ഓ എനിക്ക് സന്തോഷം കൊണ്ട് നിക്കാൻ വയ്യ. അല്ല എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാലേ പണി അല്പം നമുക്ക് തിരിച്ചും കൂടി കിട്ടും. അല്ല ഇനിയിപ്പോ നേരെ വീട്ടിലേക്കല്ലേ? പിന്നെ വീട്ടിലേക്ക് തന്നെ. പുറത്ത് വിവേക് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവനെ കൂട്ടിയിട്ടേ ഫുഡ് കഴിക്കാൻ പോണം. എന്നിട്ടേ വീട്ടിൽ പോകത്തുള്ളൂ. എന്നാ വേഗം പോക്കോ, എന്റെ വിവേകേട്ടന് വിശക്കുന്നുണ്ടാവും. ഓ ആയിക്കോട്ടെ, ഞങ്ങളെ ഇടയ്ക്ക് വരാട്ടോ. ഇങ്ങനെ എടാ ഞാനൊരു കാര്യത്തിന് പോയതല്ലേ. എങ്ങനെ നീ പറയുമ്പോഴേക്കും എനിക്ക് ഇറങ്ങി വരാൻ പറ്റുമോ? അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നീ അവളുടെ കൂടെ കൊഞ്ചു കൊടിയല്ലായിരുന്നോടാ. ഞാനും നിന്നോട് വരാന്ന് പറഞ്ഞല്ലേ. എന്നാ എനിക്ക് എന്റെ പാറുന്റെ കൂടെ കുറച്ച് സംസാരിച്ചിരിക്കെങ്കിലും ചെയ്യായിരുന്നു. ഓ ഞാൻ അവിടെ പോയിട്ടേ അവളുടെ അച്ചമ്മയ്ക്കും ആ മിലിമോൾക്ക് നല്ല 8ന്റെ പണി എന്നെ കൊടുത്തിട്ടാ പോകുന്നത്. അപ്പൊ പാറുവിനും ബ്രേക്കും വലിയ സന്തോഷമായി കാണുമല്ലേ? പിന്നെ പറയണ്ടോ, രണ്ടുപേരും ഫ്ലാറ്റ് ആയി പോയി. എനിക്കും കൂടെ വരായിരുന്നു. നീ നല്ലൊരു ചാൻസാ നശിപ്പിച്ചത്. എന്തായാലും നമുക്കൊരു ചായ കുടിക്കാം. നീ കൊറേ നേരം വെയിറ്റ് ചെയ്തല്ലേ, എനിക്ക് വിശക്കുന്നുണ്ട്. ചായയിൽ മാത്രം ഒതുക്കാന്ന് നീ വിചാരിക്കണ്ട. എനിക്ക് എന്തേലും കഴിക്കാനും വേണം. ഓ വാങ്ങി തരാം, നടക്ക് നീ. ഇവിടെ ആരും കാണുന്നില്ലല്ലോടാ. ചേട്ടാ ചേട്ടാ. എന്താ ചേട്ടാ? ഇവനേതാ? ഇവിടെ വേറൊരാളായിരുന്നല്ലോ ഉണ്ടാവാറ്. അതെ എന്റെ അച്ഛനാ. അച്ഛന് പനി ആയതുകൊണ്ടാ ഞാൻ വന്നേ. എന്താ കഴിക്കാനുള്ളത്? നൂഡിൽസ് മാത്രമേ ഉള്ളൂ. എനിക്ക് അതേ ഉണ്ടാക്കാൻ അറിയുള്ളൂ. നൂഡിൽസ് എങ്കിൽ നൂഡിൽസ് രണ്ടുപേർക്കും എടുത്തോ. ശരി എന്നാ ഇരിക്കും രണ്ടുപേരും. എടാ നാളെ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. അത് നിനക്ക് അറിയോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എടാ നിനക്കില്ലടാ, എനിക്ക് മാത്രമേ ഉള്ളൂ. നിനക്ക് മാത്രമായിട്ട് എന്ത് പാരന്റ്സ് മീറ്റിംഗ്? അത് ഇന്നാളത്തെ എക്സാമിന്റെ നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ വന്നില്ലേടാ. അന്ന് എന്റെ അച്ഛനോട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞായിരുന്നു. ഓ ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ അന്ന് വിളിച്ചോണ്ട് വന്നാ മതിന്ന്. അന്നാകുമ്പോ എല്ലാ പാരന്റ്സിന്റെ ഇടയിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലാന്ന്. ഇതിപ്പോ നീ നിന്റെ അച്ഛനെ ഒറ്റയ്ക്ക് കൊണ്ടുവരണ്ടേ? അതാടാ പ്രശ്നം. എന്റെ മാർക്ക് ലിസ്റ്റ് കണ്ട അച്ഛൻ അപ്പ അറ്റാക്ക് വരുവാടാ. നീ എന്തേലും ഒരു വഴി പറ. എന്ത് വഴി പറയാനാ? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അപ്പൊ നിന്റെ അതിബുദ്ധിയല്ലേ ഇതിനൊക്കെ വഴി വെച്ചത്. ഇനി അനുഭവിച്ചോ നീ. എടാ നിന്റെ കൂടെ എല്ലാ തെണ്ടിത്തരത്തിനും ഞാൻ കൂട്ടി നിൽക്കുന്നില്ലടാ. ഒരു വഴി പറയടാ. ഓ ഇവനെക്കൊണ്ട് എന്താ അപ്പൊ ചെയ്യാ? നാളെയല്ലേ മീറ്റിംഗ്. ഇന്ന് നിനക്ക് 2 ദിവസം മുന്നേ പറയായിരുന്നില്ലേ? എന്നാ നമുക്ക് എന്തേലും ഒന്ന് പ്ലാൻ ചെയ്യായിരുന്നു. അതെന്നോട് മറന്നു പോയടാ. ഇത്ര ദിവസം കഴിഞ്ഞിട്ടല്ലേ. ഞാൻ നേരത്തെ നിന്നെ വെയിറ്റ് ചെയ്തിട്ട് പ്രിയന്റെ വീടിന്റെ താഴെ നിൽക്കുമ്പോഴാ ഫോണിൽ മെസ്സേജ് വന്നത്. ടീച്ചറിനെ കൂട്ടിട്ട് വന്നില്ലെങ്കിലേ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നു. പാരന്റ്സിനെ കൂട്ടി വന്നാലേ ഇനി ക്ലാസ് കേറ്റൂന്നാ പറഞ്ഞേ. പിടിക്ക്. നീ എന്താടാ ആലോചിക്കുന്നേ? എടാ എനിക്കൊരു ഐഡിയ. ഇനി വല്ലതും വേണോ? അതിന് എനിക്ക് ന്യൂഡിൽസ് മാത്രം ഉണ്ടാക്കാൻ അറിയുന്നല്ലേ പറഞ്ഞത്. പിന്നെ എന്തിനാ വേറെ എന്തെങ്കിലും വേണോന്നൊരു ചോദ്യം. അത് ശരിയാ. പിന്നെ ആ ചുമ്മാങ്ങ ഒഴുകര് ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ കഴിക്കേ. അല്ല ഇതെന്താ ന്യൂഡിൽസിന് പച്ച കളറ്? അത് ഞാൻ സ്പെഷ്യലി മെയ്ഡ് ചെയ്തതാണ്. ഇതില്ലേ ന്യൂഡിൽസിൽ ഞാൻ മല്ലിച്ചപ്പും അതേപോലെ തന്നെ പുതിനേന്റെ ഇലയും കൂടിയൊക്കെ മിക്സിയിലിട്ട് നല്ലോണം അങ്ങോട്ട് അരച്ചിട്ട് ചേർത്തിട്ടുണ്ട്. എടാ വേറെ ഇല്ലാത്തവനെ, ന്യൂഡിൽസിൽ ആരെങ്കിലും മല്ലിച്ചപ്പ് പുതിരിയൊക്കെ ചേർക്കോടാ? നിങ്ങൾ ആദ്യം ഒന്ന് കഴിച്ചു നോക്ക്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇവനെ ഇന്ന് മനുഷ്യന് വിശന്നിട്ട് വയ്യ. അപ്പോഴാ അവന്റെ ഒടുക്കത്തെ ഒരു പരീക്ഷണം. ചുമ്മാ വാച അടിക്കാതെ ആദ്യം കഴിച്ചു നോക്ക്. എന്നാലല്ലേ ടേസ്റ്റ് അറിയൂ. അയ്യോ വേണ്ട, നീ തന്നെ കഴിച്ച. വയറിളക്കാൻ വയ്യ. അവന്റെ ഒരു ഒടുക്കത്തെ പരീക്ഷണം. പൈസ തരാതെ പോവാന്ന് വിചാരിക്കണ്ട കേട്ടോ. നീ ഇത് രണ്ടും ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് കഴിച്ചു തീർക്ക്. നീ കഴിച്ചു തീർത്താ ഞങ്ങൾ പൈസ തരാം. എടടാ പൈസയൊക്കെ തരാം. പക്ഷേ നീ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം അനുസരിക്കണം. പ്രാന്തായോ? ഈ ഇവന്റെ കണ്ട ഇലകളൊക്കെ അരച്ച് ഉണ്ടാക്കിയ നൂഡിൽസിന് നീ പൈസ കൊടുക്കാൻ പോവാ? അതല്ലടാ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ടെന്ന്. എന്താ ഐഡിയ? എടാ ഇവനെ ഒന്ന് വേഷം കെട്ടിച്ചാലേ നിന്റെ അപ്പനായിട്ട് നാളെ സ്കൂളിൽ കൊണ്ടുപോവാ നമുക്ക്. ഓ പിന്നെ പിന്നെ ഇവന് പകരം നിനക്ക് ഷാരുഖാനെ വിളിക്കാടാ ഞാൻ നിന്റെ അപ്പനായിട്ട് അഭിനയിക്കാൻ. അതൊന്നും ഇല്ലടാ. ഇതിന് നമുക്ക് നല്ലോണം ട്രെയിൻ ചെയ്യിപ്പിക്കാം. എന്താ എന്റെ പൈസേന്റെ കാര്യത്തിൽ എന്താ തീരുമാനമായോ? ഇതിന് രണ്ടിനും കൂടി ഇപ്പൊ എത്രയാ? 100 രൂപ. ഞങ്ങൾ നിനക്ക് 500 രൂപ തരാം. പക്ഷെ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. 500 രൂപയോ? എന്താ ഞാൻ ചെയ്യണ്ടേ?
ഇതുപോലത്തെ വേറെ നൂഡിൽസ് ഉണ്ടാക്കി തരണോ? അങ്ങനത്തെ സഹായം മാത്രം നീ ചെയ്യണ്ട. വയറിളക്കാൻ വയ്യ ഞങ്ങൾക്ക്. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. തോക്ക് കയറി വടിയാക്കല്ല നീ. എന്റെ പേരെന്താ? സുമേഷ്. എന്നാ സുമേഷേ, നീ നാളെ ഞങ്ങളെ സ്കൂൾ വരെ ഒന്ന് വരണം. സ്കൂൾ വരെ വരാനോ? ദേ സ്കൂളിൽ പോകാൻ മടിയായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ പണിയെടുത്ത് ഇവിടെ നിൽക്കുന്നത്. അപ്പം എന്നെ വീണ്ടും സ്കൂളിലായി പിടിച്ചുണ്ടാവാനോ? അതിന് നിന്നെ അവിടെ ചേർത്തി പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ല കൊണ്ടുപോകുന്നത്. നീ ആദ്യം പറയുന്നത് കേക്ക്. നാളെ സ്കൂളിൽ ചെറിയൊരു പേരൻസ് മീറ്റിംഗ് ഉണ്ട്. ഇവന്റെ അച്ഛനായിട്ട് നീ ഒന്ന് അഭിനയിക്കണം. ഈ മുതുക്കന്റെ അച്ഛനായിട്ട് ഞാൻ അഭിനയിക്കാനോ? ഇവനെ കണ്ടാലേ ഇവൻ എന്റെ അച്ഛനാന്ന് പറയല്ലോ. എടാ 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 സുമേഷിന്റെ മോനെ, നീ ഉണ്ടല്ലോ എന്റെ വായിലിരിക്കുന്നൊന്നും കേൾപ്പിക്കല്ലേ. നീ പറയുന്ന അങ്ങോട്ട് ചെയ്താ മതി. നീ സ്കൂൾ വരെ വരിക, പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് വരിക. നമ്മുടെ വിവേകിന്റെ അച്ഛനാന്നും പറയാ. ഇവനും ഉണ്ടാവും കൂടെ. എടാ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒന്ന് ഒപ്പുവെക്കുക. ആ സാറ് പറയുന്ന ഒരു 2 മിനിറ്റ് കേട്ട് നിൽക്കുക, എന്നിട്ട് തിരിച്ചു പോരുക. ഇതിനാ നിനക്ക് 500 രൂപ കിട്ടാൻ പോകുന്നേ. അയ്യടാ മക്കളെ, അപ്പൊ അതാണല്ലേ വേല. ഇതൊക്കെ ഞാനും കുറെ കണ്ടിട്ടുണ്ട്. പക്ഷേ 500 രൂപയ്ക്കൊന്നും അത് മുതലാവില്ല. എനിക്ക് 1000 രൂപ വേണം. 1000 രൂപയോ? ആകെ അരമണിക്കൂർ കാര്യത്തിനാ നീ 1000 രൂപ ചോദിക്കുന്നത്? എന്നാ വേണ്ട, നിങ്ങൾ വേറെ ഏതെങ്കിലും നോക്കിക്കോ. 1000 രൂപ കിട്ടാതെ ഞാൻ വരൂല. 1000 എങ്കിൽ 1000. ഓക്കെ, നീ എന്തായാലും ഈ ഗെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റി. അതൊക്കെ ഞാനേറ്റു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ആളാ. അതുകൊണ്ടേ അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഞാൻ നാളെ സ്കൂളിലേക്ക് അങ്ങോട്ട് എത്തിക്കോളാം. അതൊക്കെ ഞാൻ ഏറ്റെന്നേ. എന്നാ പിന്നെ നീ തന്നെ ഈ ന്യൂഡിൽസ് കൂടി കഴിച്ചോ. നാളെ വരുമ്പോ പൈസയും തന്നേക്കാം. ആയിക്കോട്ടെ. മേ കമ്മിങ് സർ? വരൂ, ഇരിക്കൂ. സോറി, ഞാൻ ഇങ്ങനെ ലോക്കൽ ചെയർസിലൊന്നും ഇരിക്കാറില്ല. മാത്രമല്ല എനിക്ക് നിൽക്കുന്നതാണ് ഇഷ്ടം. സാർ ആരാണെന്ന് മനസ്സിലായില്ല. ഞാനിവിടെ +2 പഠിക്കുന്ന വിവേകിന്റെ അച്ഛനാണ്. വിവേകിന് ഇങ്ങനത്തെ ഒരു അച്ഛനോ? ശരി ശരി, ഞാൻ അവനെ വിളിപ്പിക്കാം. ഓക്കെ. ടീച്ചറെ ക്ലാസ്സിലെ ആ വിവേകിനെ ഒന്ന് ഇങ്ങോട്ട് ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടാ. അവന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മോൻ ഇപ്പൊ വരും. എനിക്ക് പെട്ടെന്ന് പോണം, നല്ല തിരക്കുള്ളതാ. മോനെ വാടാ. ഇവന്റെ വിചാരം എന്താ, ഇവൻ പൃഥ്വിരാജാണെന്നോ? വിവേക്, നിന്റെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനാണല്ലേ. എന്നിട്ട് എന്താ നീ ഇതുവരെ ഒന്നും പറയാതിരുന്നേ? അതൊക്കെ പോട്ടെ സാർ, ഇവന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? പഠിത്തത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിസ്റ്റർ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പറയുന്നോണ്ടൊന്നും വിചാരിക്കുകയും ചെയ്യരുത്. ഒരു വക പഠിക്കത്തില്ല. +2 5ാം ക്ലാസ്സിലെ പിള്ളേർക്ക് വരെ ഇതിനേക്കാൾ വിവരം ഉണ്ടാവും. സാറിനെ പോലെ ഒരു വലിയ ആൾക്ക് എങ്ങനെ ഇങ്ങനെ വിവരദോഷിയായ ഒരു മകൻ ഉണ്ടായിന്നാ ഞാൻ ചിന്തിക്കുന്നേ. അല്ലെങ്കിലും എന്റെ ബുദ്ധിയൊന്നും ഇവന് കിട്ടിയിട്ടില്ല. ഇവന്റെ അമ്മേന്റെ ബുദ്ധിയാ കിട്ടിയിരിക്കുന്നേ. അത് ശരിയായിരിക്കും. അമ്മേന്റെ ബുദ്ധി കിട്ടിയിരിക്കുന്നത് എനിക്കല്ലടാ, നിനക്കാ. ഇവിടുന്ന് പുറത്തിറങ്ങട്ടടാ, നിനക്ക് ഞാൻ തരാം. പിന്നെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാനായിരുന്നു ഞാൻ വരാൻ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ അത് നടക്കും തോന്നുന്നില്ല. വേറെ ടീച്ചേഴ്സിനൊക്കെ ഇവന്റെ പേരൻസിനെ കാണണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു പേരൻസ് മീറ്റിംഗ് കൂടെ വെക്കുന്നുണ്ട്. അന്ന് വരാൻ പറ്റൂലേ? പിന്നെ എന്താ, ഇനി എപ്പോ പേരൻസ് മീറ്റിംഗ് വെച്ചാലും ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. എന്നാ പിന്നെ ഇന്ന് സാറ് പോയിക്കോളൂ. അടുത്ത ആഴ്ച ഞാൻ അറിയിക്കാം എപ്പോഴാ വരേണ്ടതെന്ന്. ശരി, ഓക്കെ, താങ്ക് യു. എന്ത് നല്ല മനുഷ്യൻ. എടാ വിവേകെ, നിനക്ക് നിന്റെ അച്ഛനെ കണ്ട് പഠിച്ചൂടേടാ? ഞാൻ ശ്രമിക്കാം സാർ.